നമസ്കാരം, ഞാൻ ആസിർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ശീർഷകം കിളി പോയ അൻവറും കളി മാറ്റിയ UDF-ഉം എന്നാണ്. ഇടതുപക്ഷ MLA ആയി തുടരവെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വർഗീയവൽക്കരണത്തെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഏകാധിപത്യത്തെയും ഒക്കെ പരസ്യമായി വിമർശിച്ച് ഏറ്റവും അവസാനം പിതാവിന് തുല്യനാണ് എന്ന് പറഞ്ഞ് 9 വർഷക്കാലം തൻ്റെ സകല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്ന പിണറായി വിജയനെ വരെ തള്ളിപ്പറഞ്ഞ അവസാനം MLA സ്ഥാനം രാജിവെച്ച അൻവറിനെ കുറിച്ച് വ്യക്തിപരമായി എനിക്ക് നല്ല അഭിപ്രായമില്ലാതിരുന്നിട്ടും ആ ചെങ്കൂറ്റത്തെ മനസ്സിൽ നമിച്ചിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പിണറായി വിരുദ്ധരെ ഏകോപിപ്പിക്കാനും ഇടതുപക്ഷ മുന്നണിയിലെ ചില ഘടകകക്ഷിയുടെ MLA-മാരെ വരെ അടർത്തി എടുക്കാനും അൻവറിന് കഴിയുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ജില്ലക്ക് പുറത്തു നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒരു പൂച്ചക്കുട്ടി പോലും അടർത്തിയെടുക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. ഗൂഡല്ലൂരിലും നിന്നും മറ്റു തൊഴിലാളികളെ ഇറക്കുമതി ചെയ്ത് നിലമ്പൂരിൽ മഹാസമ്മേളനം നടത്തിയതൊഴിച്ചാൽ മറ്റെല്ലാം നല്ല പരാജയമായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ തമിഴ്നാട്ടിലെത്തിയ DMK-യുടെ അനുഗ്രഹം വാങ്ങി DMK-യുടെ ഷാടുമിട്ട് നടന്നപ്പോഴാണ് പണ്ട് നിലമ്പൂരിൽ അൻവർ കയ്യേറാൻ ശ്രമിച്ച 200 ഏക്കർ ഭൂമിയുടെ ഉടമ തമിഴ്നാട്ടിലെ പ്രമുഖ ബിസിനസ്സുകാരനുമായ വ്യക്തി സ്റ്റാലിനെ കണ്ട് അൻവറിന്റെ തനി സ്വരൂപം വിവരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് DMK അൻവറിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞത്. പിന്നീട് ചാവക്കാട്ടുകാരനും പശ്ചിമ ബംഗാളിൽ അഗ്രികൾച്ചർ ഫാം നടത്തുകയും ചെയ്യുന്ന ഒരാളുടെ സഹായത്തോടെ തൃണമൂൽ കോൺഗ്രസുമായി നല്ല ബന്ധമുള്ള ഈ വ്യക്തിയെ കൂട്ടുപിടിച്ച് തൃണമൂലിൻ്റെ കേരള സംസ്ഥാന കൺവീനർ സ്ഥാനം കൈവശമാക്കുന്നത് അങ്ങനെയാണ്. ഈ വിവരം അറിഞ്ഞ് നേരത്തെ പറഞ്ഞ ചെന്നൈയിലെ വ്യവസായി തൻ്റെ ബിസിനസ് ബന്ധം ഉപയോഗിച്ച് ബംഗാളിലെ തൃണമൂൽ നേതാക്കളെയും അൻവർ എന്ന അപകടകാരിയെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടത്രേ. അൻവറിൻ്റെ ആദ്യകാല പ്രവർത്തനം കണ്ട ആവേശം കണ്ട് അൻവറിനെ നിശിതമായി എതിർത്തിരുന്ന UDF-ലെ പല നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ തന്നെ അൻവറിനോട് അല്പമെങ്കിലും മമത തോന്നുകയും UDF റാലിയിൽ വരെ അൻവറിനെ പങ്കെടുപ്പിക്കുകയും ചെയ്തപ്പോഴാണ് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് അൻവറിന്റെ പ്രഖ്യാപനം വരുന്നത്. തുടർന്ന് നിലമ്പൂരിൽ മാത്രം വേരുകളുണ്ടെന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 3 അസംബ്ലി സീറ്റ് വേണമെന്ന് നിർബന്ധം കാരണം UDF-ന്റെ ഉള്ളിലെ തന്നെ മുന്നണി പ്രവേശനം മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും ഒരു പറ്റം നേതാക്കൾക്ക് അതിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അൻവറിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും നിലമ്പൂരിലെ ഒരു സീറ്റിന് വേണ്ടി മറ്റ് 3 സീറ്റുകൾ നഷ്ടപ്പെടുത്തുന്നതിനെയും കുറിച്ചും അൻവറിനെ പോലെയുള്ള ഒരു സ്ഥിരം പ്രശ്നക്കാരനെ കൂടെ കൂട്ടുന്നതും ആത്മഹത്യാപരമാണെന്ന് ഈ നേതാക്കൾ മുന്നണിക്ക് മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം തന്നെ VD സതീശൻ നടത്തിയ രഹസ്യ സർവേയിൽ അൻവറിനെ കൊട്ടിഘോഷിക്കുന്നത് പോലെയുള്ള വോട്ടുകൾ നേടാൻ കഴിയുകയില്ല എന്ന് സർവേ റിപ്പോർട്ട് ലഭിച്ചു. അതുകൊണ്ടാണ് VD സതീശൻ കർശനമായ നിലപാടെടുത്തത്. കൂടാതെ നേരത്തെ പറഞ്ഞ ചെന്നൈയിലെ പ്രമുഖ ബിസിനസ്സുകാരൻ സതീശനെ നേരിൽ സമീപിച്ചതായി അറിയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കിളി പോയ അൻവറിനെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആഭ്യന്തരമോ വനം വകുപ്പും എനിക്ക് വേണം, ഉപതെരഞ്ഞെടുപ്പിൽ 75,000 ചിലപ്പോൾ 1,00,000 വോട്ട് വരെ ലഭിക്കും എന്നൊക്കെ പിന്നെ ഒരു ദയനീയമായ ഒരു അപേക്ഷയായിരുന്നു കേട്ടോ. കേരളത്തിലെ തന്നെ സമ്പന്നനായ MLA-മാരിൽ മുൻപന്തിയിലുള്ള അൻവറിന്റെ കയ്യിൽ ഒരു നയാ പൈസ പോലും ഇല്ലത്രേ. ഓരോരുത്തരും 10 രൂപയെങ്കിലും അയച്ചു തരണം. എന്നാൽ ഈ നയാ പൈസ ഇല്ലാത്ത അൻവർ നിലമ്പൂരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം ഒഴുക്കുന്നത് നിലമ്പൂരിലെ അൻവറായി തെരഞ്ഞെടുപ്പിലും. കഴിഞ്ഞ 2 തവണത്തെ അനുഭവം വെച്ച് വോട്ട് ലഭിക്കാൻ ഏതൊക്കെ കുടിലുകളിലും കേന്ദ്രങ്ങളിലുമൊക്കെ പണം എത്തിക്കണമെന്ന് നന്നായി അറിയുന്നതും അൻവറിനാണ്. പിണറായിയെ തകർക്കാൻ എന്ന് പറഞ്ഞ് അൻവർ അജണ്ട ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പിണറായിശത്തെ തുറന്നു കാണിക്കുന്നതിന് പകരം VD സതീശനെതിരെയുള്ള ആരോപണം ഉന്നയിച്ചും ആര്യാടൻ ഷൗക്കത്തിനെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുമാണ് ഇപ്പോൾ അൻവർ തല പുകഞ്ഞാലോചിക്കുന്നത്. അൻവർ മുമ്പ് പറഞ്ഞതിൽ വല്ല ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ എല്ലാം മറന്ന് പിണറായിയെ തോൽപ്പിക്കാൻ രംഗത്ത് വരികയല്ല വേണ്ടത്. തന്നെ മുന്നണിയിലെടുത്താൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ബംഗാളിൽ നിന്നും നമ്മുടെ ദീദിയും അടക്കം നിരവധി മന്ത്രിമാരുടെ പട തന്നെ നിലമ്പൂരിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ സ്വന്തം സ്ഥാനാർത്ഥിയായ അൻവറിന് വേണ്ടി ആരൊക്കെ ബംഗാളിൽ നിന്ന് വരുമെന്ന് കണ്ടറിയണം. ഇപ്പോൾ യൂസഫ് പഠാനൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടറിയാൻ തന്നെ വേണം.
ഒരു കാര്യം തീർത്തു പറയാം, 2016-ലും 2021-ലും മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM ലഭിച്ചതിനേക്കാൾ അൻവറിന് അധികം ലഭിച്ചത് ഏകദേശം 4% വോട്ടാണ്. പണക്കൊഴുപ്പും കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയും എല്ലാം കൂടി ഈ 4% വോട്ട് മാത്രമേ അൻവറിന് അധികം ലഭിച്ചിട്ടുള്ളൂ. ഇത്തവണ കോൺഗ്രസിൽ നിന്ന് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടാകുകയില്ല. അവസാന ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനത്തോടെ നിലമ്പൂർ UDF മുന്നണി ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കും. പിന്നെ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ പരാമർശത്തൊക്കെ വിവാദമാക്കി ലീഗിന്റെ വോട്ട് നേടാമെന്ന അൻവറിന്റെ ഊതി നടക്കില്ല. ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് ആര്യാടൻ മുഹമ്മദ് പണ്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിനൊരു പൊതു സ്വഭാവം, നേതൃത്വം ഒന്നാവശ്യപ്പെട്ടാൽ അതിൽ അടിയുറച്ച് നിൽക്കുന്ന അണികളാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലുള്ളത്. നേരത്തെ പറഞ്ഞ ഈ 4% പരമാവധി കണക്ക് കൂട്ടിയാൽ അൻവർ പറഞ്ഞ 75,000-ഉം 1,00,000-ഉം ഒക്കെ പോയിട്ട് ഒരു 10,000 വോട്ടെങ്കിലും തീർത്ത് ലഭിക്കാൻ ഈ പെരുമഴയത്തും അൻവർ നന്നായി വിയർക്കേണ്ടി വരും.